ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി പ്ലാനിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഒരു ടോപ്പർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, നമ്മൾ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യണം. ദെൻ ഫുൾ സിലബസ് നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം. മാക്സിമം മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇതാണ് കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ ട്രയാങ്കിളിൽ വരുന്നത് എന്താണ്, നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യണം, ഫുൾ റിവൈസ് ചെയ്യണം, മാക്സിമം മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യണം. ഇനി സ്റ്റഡി പ്ലാൻ ആൻഡ് പ്രിപ്പറേഷൻ ടിപ്സ്. അപ്പം സ്റ്റഡി പ്ലാൻസ് ആൻഡ് പ്രിപ്പറേഷൻ ടിപ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമ്മൾ സിലബസ് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്യണം. ആ ഒരു സിലബസ് നമുക്ക് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾ ഒരു സെൽഫ് അനാലിസിസ് നടത്തും. അപ്പൊ നമുക്ക് ആ ഒരു സിലബസ് കാണുമ്പോൾ അത് ഭയങ്കര വാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറച്ചായി, എനിക്ക് കുറച്ച് ഗ്യാപ്പായി, എനിക്ക് പെട്ടെന്ന് തനിയെ പഠിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏർലിയസ്റ്റ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെന്ററിൽ ചേരുക. അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് സ്റ്റഡി വിത്ത് മോക്ക് ടെസ്റ്റ് ആൻഡ് മെന്റർഷിപ്പ് എടുക്കാം. അതുമല്ല, എനിക്ക് നല്ല കോൺഫിഡന്റ് ആണ്, ഞാൻ ഈ ഒരു സിലബസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഓൺ സ്ട്രാറ്റജിയിലും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 3 രീതിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ആണ്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിൽ ചേരണം. അതിനുശേഷം ഇനി നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 2 ഫേസ് ആണ് വരുന്നത്. ഫേസ് 1 ആൻഡ് ഫേസ് 2. ഫേസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ സിലബസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സമയമാണ് ഫേസ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫേസ് 1 ആണെങ്കിലും അവിടെ എന്താണ്, നമുക്ക് ആവശ്യത്തിനുള്ള സമയമുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു ഗ്യാപ്പ് ഒക്കെ ഉള്ളതാണ്, നമുക്ക് സബ്ജക്റ്റ് ഒക്കെ നോളജ് കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു നോളജ് വരുത്തിയെടുക്കാൻ, നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള സമയമുണ്ട്. അപ്പൊ നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാം. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്? 10DT സിലബസ് ആണ്. അതിൽ ഉറപ്പായിട്ടുള്ള ടോപ്പിക്സ് നമുക്കറിയാം. ഫിസിക്സ് എന്തായാലും കാണും, കെമിസ്ട്രി എന്തായാലും കാണും, ബയോളജി എന്തായാലും കാണുമെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തില് ഇമ്പോർട്ടന്റ് എന്ന് തോന്നിക്കുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ അത് പഠിക്കണം. ഇവിടെയും ഫേസ് 1 നമ്മൾ എന്ത് ചെയ്യണം? കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഫുൾ സിലബസ്, ഈ 10DT സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യണം. അതുകൂടാതെ അത് നമ്മൾ റിവൈസ് ചെയ്യണം, മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ, നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു ഉടനെ നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മൾ അപ്പം ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരുപാട് പോയിന്റ്സ് മിസ്സാവും, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 ടൈം നിങ്ങൾ ഈ സിലബസ് എല്ലാം കവർ ചെയ്യുക, ശേഷം റിവൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, മൈൻഡ് മാപ്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതായത് നിങ്ങളുടെ ചെറിയ ചെറിയ ട്രിക്സ്, നിങ്ങൾക്ക് തോന്നിയ ട്രിക്സ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിന് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത നമുക്ക് ഫേസ് 2 നോക്കാം. ഫേസ് 2 എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ സിലബസ്. അപ്പൊ ഫൈനൽ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സമയമാണ് ഈ ഫേസ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ സിലബസ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ 10DT സിലബസ് കൊണ്ടാണ് പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്തത് അല്ലെ? അപ്പൊ അതിലില്ലാത്ത എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മുടെ പുതിയ സിലബസ്, റിവൈസ്ഡ് സിലബസ് വന്ന സമയത്തുള്ളതെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ മിസ്സിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മുടെ എക്സാമിന് 50 ദിവസം മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുകൂടാതെ അഡീഷണൽ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം MCQs നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ദെൻ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ തന്നെ 10DT സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ അഡീഷണൽ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഫേസ് എന്താ? നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക.
അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. അപ്പൊ അതിന് മാക്സിമം നിങ്ങൾക്ക് 20 ദിവസം എടുക്കാം. അതിനുശേഷം എന്താണ്, ഇത് ഇത്രയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് മിസ്സിംഗ്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി കുറവ്, അതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഫില്ല് ചെയ്യേണ്ട സമയമാണ്. അതിന് മാക്സിമം നിങ്ങൾക്ക് ഒരു 15 ദിവസം വരെ കിട്ടും. ശേഷം എന്താണ്, നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ക്വിക്ക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ലാസ്റ്റ് 15 ഡേയ്സ് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് എന്താണ്, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വളരെ കോൺഫിഡന്റോട് കൂടി എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി സോഴ്സസ് ഓഫ് പ്രിപ്പറേഷൻ. ഈ ഒരു എക്സാമിന് നമുക്ക് എന്തൊക്കെ സോഴ്സസ് റെഫർ ചെയ്യാം? നമുക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സ് എന്ന് പറയുന്നത്, നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ടല്ലോ. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് NCERT +1 +2 ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ടല്ലോ. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് പഠിക്കാനായിട്ട് നമുക്ക് തമിഴ്നാട് പോളിടെക്നിക്കിന്റെ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബുക്സ് റെഫർ ചെയ്യാം. ലാബ് അസിസ്റ്റന്റ് ടോപ്പിക്സ് പഠിക്കാൻ VHSCയുടെ മെഡിക്കൽ ലബോറട്ടറി ടെക്നിക്സിന്റെ സെലക്ടീവ് ചാപ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, കേരള PSC തന്നെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ MLT ടോപ്പിക് ഒഴിച്ച് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാം. അതിൽ മാത്സും കമ്പ്യൂട്ടറും നിങ്ങൾക്ക് വരുന്നില്ല. ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ ഡയറി സയൻസ് മാത്സ് ഒഴികെ ബാക്കി എന്തുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് സെലക്ടീവ് ക്വസ്റ്റ്യൻ ഫ്രം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഹെൽത്ത് സർവീസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ദെൻ സ്റ്റേഷൻ ഓഫീസർ ഇൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതിൽ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ജനറൽ നോളജ്, ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഒഴിച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ദെൻ ഇനി നമുക്ക് ഇതൊന്നും കൂടാതെ കേരള PSC പബ്ലിഷ് ചെയ്ത അല്ലാതെ ബാക്കി ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, നമുക്ക് കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. അതിൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഒക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ലബോറട്ടറി അസിസ്റ്റന്റ് ഇൻ ഫോറൻസിക് മെഡിസിൻ തമിഴ്നാട് PSCയുടെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. അതുകൂടാതെ ലബോറട്ടറി ടെക്നീഷ്യൻ ഇൻ തമിഴ്നാട് PSC ആൻഡ് അതർ സ്റ്റേറ്റ് PSC എക്സാംസ് റെഫർ ചെയ്യാം. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടാതെ എന്താണ്, ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ അഡീഷണൽ മോക്ക് ടെസ്റ്റ്, അവരുടെ മെന്റർഷിപ്പ് സപ്പോർട്ട് സീക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ആകുമ്പോൾ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാം നല്ലൊരു കോൺഫിഡന്റോട് കൂടി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും താങ്ക് യു.